ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന ഏറ്റവും വലിയ ചർച്ചയാണ് ഷമാ മുഹമ്മദ് BJP-യിലോട്ട് എന്നുള്ള സാധനം. ഇപ്പോൾ ദുരന്തർ സിനിമയുമായി ബന്ധപ്പെട്ട് ഷമ നടത്തിയ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ഇത്തരത്തിലോട്ടുള്ള ഒരു കാഴ്ചപ്പാടിലോട്ട് ആൾക്കാർ എത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? ഷമ യഥാർത്ഥത്തിൽ BJP-യിലോട്ട് പോകുന്നുണ്ടോ? എങ്ങനെ കാര്യം വീക്ഷിക്കുന്നത്? BJP-ക്കാര് നേരത്തെ ഉപയോഗിച്ചിരുന്ന ചില രീതികളാണ് ഷമാ മുഹമ്മദ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഷമ BJP-യിലേക്കാണോ എന്നുള്ള സംശയം ഉളവാക്കുന്നത്. രണ്ട് തരത്തിലുള്ള മുസ്ലിങ്ങൾ ഉണ്ടെന്നാണ് ഷമാ മുഹമ്മദ് പറയുന്നത്. ഒന്ന്, പാകിസ്ഥാന്റെ നെറുകേടുകളെ തുറന്നടിക്കുന്ന, അതിനെ വിമർശിക്കുന്ന മുസ്ലിങ്ങൾ. മറ്റൊന്ന്, ഇതിനെ കണ്ടില്ല എന്ന് നടിക്കുന്ന, അല്ലെങ്കിൽ ഇതിനെതിരെ കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും നടത്താത്ത മുസ്ലിങ്ങൾ. ഷമ പറഞ്ഞു വയ്ക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യ വിഭാഗത്തിൽ പെടുന്ന മുസ്ലിമാണ്. എനിക്ക് പാകിസ്ഥാന്റെ നെറുകേടുകളെ തുറന്നടിക്കാൻ അല്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കാൻ യാതൊരു തരത്തിലുമുള്ള മടിയില്ല എന്നാണ് ആര് പറയുന്നത്? കോൺഗ്രസ് വക്താവായിട്ടുള്ള ഷമാ മുഹമ്മദ് പറയുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഷമ ആരാണ്? കോൺഗ്രസിന്റെ വക്താവാണ്, സ്പോക്സ് പേഴ്സൺ ആണ്. അവർ കഴിഞ്ഞ ദിവസമാണ് ഈ ദുരന്തർ എന്ന് പറയുന്ന ബോളിവുഡിലെ എക്കാലത്തെയും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാണ് ദുരന്തർ. അതിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞ വർഷമായിട്ടാണ് ഇറങ്ങിയത്. രണ്ടാം ഭാഗം ഇപ്പോഴാണ് ഇറങ്ങിയത്. അത് ഇപ്പോഴും വലിയ വിവാദവും ചർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സിനിമയുടെ ആദ്യ ഭാഗം കഴിഞ്ഞ ദിവസമാണ് ഷമാ മുഹമ്മദ് കാണാനിടയായത്. ആ കാണാനിടയായതിനു ശേഷം അതിനെ പ്രശംസിച്ചുകൊണ്ട് അവർ എക്സിൽ ഒരു കുറിപ്പ് പങ്കുവച്ചു. ആ കുറിപ്പിൽ പറയുന്നത് ഇതാണ്, അതൊന്ന് വായിക്കാം. ദുരന്തറിന്റെ ആദ്യ ഭാഗം പുറത്തിറങ്ങിയത് കഴിഞ്ഞ വർഷമാണെന്ന് എനിക്കറിയാം. എന്നാൽ കഴിഞ്ഞ ദിവസം മാത്രമാണ് എനിക്കത് കാണാനുള്ള സമയം കിട്ടിയത്. ചിത്രത്തിന്റെ ദൈർഘ്യം കാരണം 2 ദിവസം കൊണ്ടാണ് ചിത്രം കണ്ടു തീർത്തത്. മികച്ച സംവിധാനം, അടിപൊളി സ്ക്രിപ്റ്റ്, രൺവീർ സിംഗിന്റെ ഗംഭീര അഭിനയം, പഴയ ഹിന്ദി ഗാനങ്ങൾ, ആദിത്യാധർ ചില രംഗങ്ങളിൽ വിളക്കിച്ചേർത്ത രീതി എനിക്കിഷ്ടമായി. ഇങ്ങനെയാണ് സിനിമയെ പ്രശംസിച്ചുകൊണ്ട് ഷമാ മുഹമ്മദ് കുറിച്ചത്. നമുക്കറിയാം, ഈ ദുരന്തർ എന്ന് പറയുന്ന സിനിമ ഇപ്പൊ ഏതാണ്ട് 3000 കോടിയിൽ കൂടുതൽ അത് ഗ്രോസ് ചെയ്ത് അതിന്റെ ലാഭം ഉണ്ടാക്കി എന്നുള്ളതാണ്. ആദിത്യാധറാണ് ഇതിന്റെ സംവിധാനം. അപ്പം എന്താണ്, ഒരു സ്പൈ പൊളിറ്റിക്കൽ ക്രൈം ത്രില്ലറാണ്. രൺവീർ സിംഗ് ആണ് ഇതിലെ നായകൻ. അതായത് പാകിസ്ഥാനിലെ ടെറർ നെറ്റ്വർക്കിനെ ബ്രേക്ക് ചെയ്യാനായിട്ട്, അതിനെ ഉന്മൂലനം ചെയ്യാനായിട്ട് ഇന്ത്യ നടത്തുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഒരു ഇന്റലിജൻസ് ഓപ്പറേഷൻ, പേര് മാറ്റി സ്പൈ ആയിട്ട് രൺവീർ സിംഗ് പാകിസ്ഥാനിൽ പോയിട്ട് ഈ ടെറർ നെറ്റ്വർക്കിനെ ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് സിനിമയുടെ മൊത്തത്തിലുള്ള ആശയം എന്ന് പറയുന്നത്. അത് വലിയ കയ്യടികളാണ് പ്രത്യേകിച്ചും ദേശീയവാദികൾക്കിടയിലും അതോടൊപ്പം തന്നെ കുറേയധികം മറ്റ് BJP പ്രവർത്തകർക്കിടയിലും ഒക്കെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വിമർശനവും ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ഉയരുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് ഇത് ഹൈപ്പർ നാഷണലിസമാണ്, തീവ്ര ദേശീയത ഈ സിനിമ കാണിക്കുന്നു എന്നതാണ് പലർക്കും ഈ സിനിമയോട് പൊരുത്തപ്പെടാൻ സാധിക്കാത്തത്. അതോടൊപ്പം തന്നെ ഈ സിനിമ ആന്റി പാകിസ്ഥാനാണ്, പാകിസ്ഥാൻ വിരുദ്ധ സിനിമയാണ് ദുരന്തർ. അതുകൊണ്ട് തന്നെ ഈ സിനിമയെ പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടാണ് സിനിമയെ പ്രധാനമായിട്ടും പല ആളുകളും വിമർശിക്കുന്നത്. ഇതിന്റെ ടെക്നിക്കൽ വൈസ് ആയിക്കോട്ടെ, മറ്റു പല കാര്യങ്ങളായിക്കോട്ടെ, ഇതൊക്കെ അടിപൊളിയാണെങ്കിലും എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്? ഈ പ്രൊപ്പഗാൻഡ സിനിമ മുസ്ലിങ്ങളെ മോശമായി ചിത്രീകരിക്കുന്നതാണ്, നിങ്ങളെ ഓർത്ത് ലജ്ജ തോന്നുന്നുവെന്നാണ് ഈ ഷമാ മുഹമ്മദിന്റെ ഈ പ്രശംസിച്ചുകൊണ്ടുള്ള പോസ്റ്റിനെതിരെ മറ്റൊരു യൂസർ, ഷുഹൈബ് എന്ന് പറയുന്ന ഒരു യൂസർ അഭിപ്രായം പങ്കുവെച്ചത്. അതിന് ക്ഷമ കൃത്യമായിട്ടുള്ള മറുപടിയും നൽകി. അവർ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, ദുരന്തർ മുസ്ലിങ്ങളെ മോശമായി ചിത്രീകരിക്കുന്നില്ല, മറിച്ച് പാകിസ്ഥാനെയാണ്. രണ്ടും തമ്മിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന നിങ്ങളെ ഓർത്ത് ലജ്ജ തോന്നുന്നു. നിങ്ങളെപ്പോലുള്ളവരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇന്ത്യ വിട്ട് പാകിസ്ഥാൻ പൗരത്വം എടുക്കാം. അതാണ് ക്ഷമയുടെ മറുപടിയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന് നേരത്തെ പല BJP നേതാക്കളൊക്കെ പറഞ്ഞിരിക്കുന്ന പരാമർശമുണ്ടല്ലോ, അത് ക്ഷമ ഇവിടെ എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ഇപ്പൊ 2018 കാലഘട്ടത്തിലൊക്കെ ഇപ്പൊ മോദിയെ വിമർശിക്കുന്നവരെ, അല്ലെങ്കിൽ അങ്ങനെ പല ഇന്ത്യയിലെ പല പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നവരെ, ഇവരോടൊക്കെ പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന് പല BJP നേതാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഇതിനെ എതിർത്തിട്ടുള്ള BJP നേതാക്കളുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ നിതിൻ ഗഡ്കരിയൊക്കെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള BJP നേതാക്കളാണ്. BJP എന്ന് പറയുന്നത് പാകിസ്ഥാൻ പോളിസിക്കെതിരെയാണ്, പാകിസ്ഥാന്റെ തീവ്രവാദത്തിനെതിരെയാണ്, പക്ഷെ ഒരിക്കലും മുസ്ലിങ്ങൾക്കെതിരെയല്ല എന്നാണ്
ഇതിനെ എതിർത്തുകൊണ്ട് ഇത്തരം പ്രയോഗങ്ങൾ നടത്തുന്ന BJP നേതാക്കൾക്കെതിരെ പറഞ്ഞിട്ടുള്ളത്, നിതിൻ ഗഡ്കരിയൊക്കെ. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എന്തിനാണ് യഥാർത്ഥത്തിൽ ഇതിൽ വിളറി പിടിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഇതിനെ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പലരും രംഗത്ത് വരുന്നുണ്ട്, പ്രത്യേകിച്ചും ഈ ഷമാ മുഹമ്മദിന്റെ. കോൺഗ്രസിനെ പോലുള്ള പാർട്ടികൾ ഇത്തരത്തിലുള്ള നിലപാടുകൾ തന്നെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം പലരും അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയതയുടെ ഏറ്റവും വലിയ മുഖം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. BJPയെക്കാളും ഇന്ത്യയുടെ ദേശീയതയുടെ ഏറ്റവും വലിയ മുഖം എന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയാണ്, UDF എന്ന് പറയുന്ന പാർട്ടിയാണ്. ആ പാർട്ടി സ്വീകരിക്കേണ്ട ഒരു നിലപാട് തന്നെയാണ് ഇത് എന്നാണ് പലരും അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഫവാസിന് എന്താണ് യഥാർത്ഥത്തിൽ തോന്നുന്നത്? അപ്പം ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സിനിമ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇതിൽ പറയുന്നൊരു കാര്യം 26/11 തീവ്രവാദി ആക്രമണവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അന്ന് മൻമോഹൻ സിംഗിന്റെ സർക്കാർ, പ്രത്യേകിച്ച് UPA സർക്കാർ വൻ പരാജയമാണ്. ശരിയാണ്, എല്ലാ സർക്കാരിൻ്റെ കാലത്തും അവരുടേതായ കുറച്ച് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും ഒരു കോൺഗ്രസിനെതിരായിട്ടുള്ള ഒരു ഐഡിയോളജി കീപ്പ് ചെയ്യുന്ന തരത്തിലാണ് ആ ഫിലിമിൻ്റെ ഒരു നരേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, കാർഗിൽ യുദ്ധം, പത്താൻകോട്ട്, പുൽവാമ, പിന്നെ അതേപോലെ ഉറി, ഇങ്ങനെ പല അറ്റാക്കുകളും മോദി ഭരണകാലത്ത് പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ ഇന്റലിജൻസ് വീഴ്ച എല്ലാവരുടെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പം പ്രത്യേകിച്ച് ഒരു പെർട്ടിക്കുലർ നരേഷനിലോട്ട് മാത്രം ഈ സാധനം കീപ്പ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്ഷമ ഏത് പാർട്ടിക്കാരിയാണെന്നുള്ളത് നമുക്ക് അറിയാം, കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഭരണകാലത്ത് മാത്രം പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടാണ് ഈ സിനിമ നരേഷൻ പോകുന്നത്. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ആൾക്കാർ ക്ഷമക്കെതിരെ ഈ സാധനം പറയുന്നത്. പക്ഷെ ക്ഷമ എനിക്ക് തോന്നുന്നത് ചരിത്രം അറിയാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പിൽക്കാലത്ത് ഇപ്പോഴത്തെ നടന്ന കാര്യങ്ങൾ പോലും ക്ഷമ ഓർക്കുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു സാധനം നടത്തിയത്. പക്ഷെ ഇവിടെ പ്രശ്നമായി വരുന്നത്, ഇവിടുത്തെ ഷുഹൈബ് എന്ന് പറയുന്ന ആള് കുറിച്ചിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്? ഈ പ്രൊപ്പഗാൻഡ സിനിമ കോൺഗ്രസിനെ മോശമായി ചിത്രീകരിക്കുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഈ പ്രൊപ്പഗാൻഡ സിനിമ മുസ്ലിങ്ങളെ മോശമായി ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് കൺഫ്യൂഷൻ രൂപപ്പെടുന്നത്. അതുകൊണ്ടാണ് ക്ഷമ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ദുരന്തർ മുസ്ലിങ്ങളെ മോശമായി ചിത്രീകരിക്കുന്നില്ല, മറിച്ച് പാകിസ്ഥാനെയാണ്. രണ്ടും തമ്മിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന നിങ്ങളെ ഓർത്ത് ലജ്ജ തോന്നുന്നു. നിങ്ങളെപ്പോലുള്ളവരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നതെന്നാണ് ക്ഷമ പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ടും ഇതിലെ പ്രൊപ്പഗാൻഡ വിഷയം അത് തന്നെയാണ്. അതായത് BJPയെ കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് കോൺഗ്രസിനെ ഇകഴ്ത്തി കാണിക്കുമ്പം അവിടെ ഒരു പ്രൊപ്പഗാൻഡയുടെ അംശം തീർച്ചയായിട്ടും കടന്നു വരുന്നുണ്ട്. പക്ഷെ അതിനെ വിമർശിക്കുമ്പം ആ രീതിയിൽ വിമർശിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിലടക്കമുള്ള 99.9% വരുന്ന മുസ്ലിങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന നിലപാടുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ സ്വീകരിക്കുന്നത്. അതാണ് ഇവിടെയുള്ള ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ പറ്റുന്ന ഉയരുന്നൊരു കാര്യമാണ് പാകിസ്ഥാനിലെ തീവ്രവാദ ശ്രമങ്ങൾ, ഇന്ത്യക്കെതിരെ നടക്കുന്ന തീവ്രവാദ ശ്രമങ്ങൾ, അല്ലെങ്കിൽ ഇതിനെതിരെയൊക്കെ നമ്മൾ എതിർത്ത് കഴിയുമ്പം ഏതെങ്കിലും ഒരു ചേരിയിൽ നമ്മളെ പെടുത്തും, അല്ലെങ്കിൽ നമ്മളെ ഒന്നിക്കിൽ വേറെ ഏതെങ്കിലും പാളയത്തിലാക്കും. ഇവിടെ ക്ഷമ കാണിച്ചിരിക്കുന്ന ഒരു ധൈര്യം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു ഭയപ്പാടിനും കൂട്ടാക്കാതെ കൃത്യമായിട്ടുള്ള നിലപാട്, കോൺഗ്രസിന്റെ ഒരു നിലപാട്. ഇത് ഇത്രയും നേരമായിട്ട് ഇത് ഫേസ്ബുക്ക് അത് പിൻവലിക്കപ്പെട്ടിട്ടില്ല കേട്ടോ. കോൺഗ്രസ് പാർട്ടി ഇത് പിൻവലിക്കാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പൊ അത് തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഒരു നിലപാട് എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ക്ഷമ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു വക്താവെന്ന നിലയിൽ അവർക്ക് ഇതിപ്പം കുറിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ സിനിമ എല്ലാ കാലത്തും ഒരു നരേഷൻ ഉണ്ടാക്കണം. ഇപ്പോൾ ഹിറ്റ്ലറുടെ കാലം മുതലേ നരേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ള, ഇപ്പം ജേർണലിസം പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്ക് അറിയാം എങ്ങനെയാണ് ഹിറ്റ്ലർ ഈ സിനിമ ഉപയോഗിച്ചു എന്നുള്ള സാധനങ്ങളൊക്കെ. ഇപ്പം ഇവിടെ നമുക്ക് വരുമ്പോൾ കാണാം, ഇവിടെ വില്ലന്മാർ ഉപയോഗിക്കുന്ന ഒരു സംഭവമുണ്ട്. അവർ എല്ലാ വില്ലന്മാരും ഈ സിനിമയിൽ ശത്രുവാദം നിൽക്കുന്ന അല്ലെങ്കിൽ വില്ലന്മാർ, മുസ്ലിംസായ വില്ലന്മാർ അവിടെ ഉപയോഗിക്കുന്ന അള്ളാഹു അക്ബർ എന്നുള്ളൊരു സാധനമാണ്. നേരെ മറിച്ച് ഇപ്പുറത്തോട്ട് വരുമ്പോൾ നല്ലവരായ ആൾക്കാർ അവിടെ ഉപയോഗിക്കുന്നത് ജയ് ഹിന്ദ് എന്നുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇറ്റ്സ് സ്പെസിഫിക്കലി വ്യൂ പോയിന്റിങ് ടു ദാറ്റ് പെർട്ടിക്കുലർ വിഭാഗം, ആ തീവ്രവാദികളായ ഒരു വിഭാഗം പറയുന്നത് അള്ളാഹു അക്ബർ എന്നുള്ളൊരു സാധനം. മീൻസ് നല്ലവരായ അല്ലെങ്കിൽ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം പറയുന്നത് ജയ് ഹിന്ദ് എന്നുള്ളൊരു സാധനമാണ്. അപ്പം ഇതെല്ലാം ഇൻഡയറക്റ്റ്, നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഇതൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഇൻ ഡെപ്ത് ആയിട്ട് നമ്മൾ ഈ സാധനം നോക്കുമ്പോൾ നമുക്ക് കാണാൻ, മീൻസ് അവരുടെ പ്രൊപ്പഗൻഡ എന്താണെന്നുള്ളത് ഇൻഡയറക്റ്റ്ലി അതെല്ലാം ഇൻജക്ട് ചെയ്യുന്നുണ്ട് അവർ. ക്ഷമ എനിക്ക് തോന്നുന്നത് ഈ സാധനം അത്ര ശ്രദ്ധാപൂർവ്വം നോക്കിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. എന്തായാലും ഷമാ മുഹമ്മദ് എന്ന് പറയുന്നത് ഒരു എനിക്ക് ഷമാ മുഹമ്മദിനെ വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരാളാണ്. ഞാൻ അവരുടെ വീട്ടിലും കാര്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ഒരു യാഥാസ്ഥികമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ഫാമിലിയിൽപ്പെട്ടവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊന്നുമല്ല ഷമാ മുഹമ്മദ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം കൂടിയായിരിക്കും ക്ഷമ നടത്തിയിട്ടുണ്ടാവും. എന്തായാലും ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം ഞാൻ പറഞ്ഞതടക്കമുള്ള, ഫവാസ് പറഞ്ഞതടക്കമുള്ള നിരവധിയായിട്ടുള്ള അഭിപ്രായങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിലേക്ക് ഈ ദുരന്തർ മാറിയിട്ടുണ്ട്. അത് വലിയ ദേശീയ ശ്രദ്ധ തന്നെ ആകർഷിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പല വിവാദങ്ങളിലേക്ക് ഈ സിനിമ വഴിതെളിച്ചിട്ടുണ്ട്.
എന്തായാലും ഒരു കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ടൊരു അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്താം. തീവ്രവാദം എന്ന് പറയുന്നത് എന്താണ്, ഒരു വിഭാഗത്തിൽ നിന്ന് മാത്രം രൂപപ്പെടുന്ന ഒരു സംഗതിയല്ല. എല്ലാ വിഭാഗങ്ങളിലും ഇത്തരത്തിൽ തീവ്രവാദത്തിന്റെ അംശങ്ങളുണ്ട്. അതിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. തീർച്ചയായിട്ടും പാകിസ്ഥാൻ നടത്തുന്ന തീവ്രവാദ ശ്രമങ്ങളെ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് എല്ലാവരും എതിർക്കുക തന്നെയാണ് വേണ്ടത്. എല്ലാവരും അതിനെ എതിർക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും നമുക്ക് ഷമാ മുഹമ്മദ് ഭാവിയിൽ BJP-യിലേക്കാണോ അല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. അതിലേക്കുള്ളൊരു സൂചന, ഒരു പടിയാണോ അവരിപ്പം ഈ ഒരു പ്രകടനത്തിലൂടെ നടത്തിയിരിക്കുന്നത്, അതായിരിക്കുമോ അവരുടെ ലക്ഷ്യം എന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്.